വലതുവശത്ത് കാണുന്ന ആ ബീച്ചാണ് കോവളത്തെ സമുദ്ര ബീച്ച് എന്നറിയപ്പെടുന്നത്. ഇവിടെ നിന്നും മറ്റ് 2 ബീച്ചുകൾ കാണാനാണ് ഇനി പോകുന്നത്. എല്ലാവർക്കും നമസ്കാരം. പുതിയ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റോഡിൽ നിന്നും ഏകദേശം 50 മീറ്റർ അകലെ ഈ കാണുന്ന റോഡിലൂടെയാണ് ബീച്ചിലേക്ക് പോകുന്നത്. ഈ ചെറിയ റോഡിൻ്റെ സൈഡിൽ മനോഹരങ്ങളായ റിസോർട്ടുകളൊക്കെ നമുക്ക് കാണാം. സ്വിമ്മിങ്ങിന് ആവശ്യമായ വസ്ത്രങ്ങൾ വിൽക്കുന്ന താൽക്കാലിക കടകളാണ് കാണുന്നത്. വേറെയും താൽക്കാലികമായ കടകളുണ്ട് ഈ റോഡിൻ്റെ സൈഡിൽ. ഈ കാണുന്ന റിസോർട്ട് കഴിഞ്ഞാൽ കാണുന്ന ബീച്ചാണ് രണ്ടാമത്തെ ബീച്ചായ ഹവ ബീച്ച് എന്നറിയപ്പെടുന്നത്. ഇവിടെ നമുക്ക് കാണാം കടലിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് നിൽക്കുന്ന നിരവധി വിനോദസഞ്ചാരികളെ. അന്താരാഷ്ട്ര ടൂറിസം ഭൂപടത്തിൽ കേരളത്തിൻ്റെ അഭിമാനമായ കോവളം ബീച്ച് തലസ്ഥാനമായ തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം 13 കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. ശാന്തമായ അറബിക്കടലും പ്രകൃതി ഭംഗി കൊണ്ട് വിദേശികളെയും സ്വദേശികളെയും ഒരുപോലെ ആകർഷിക്കുന്ന ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് കോവളം. ചന്ദ്രക്കലയുടെ ആകൃതിയുള്ള തീരങ്ങളാണ് ഇവിടെയുള്ളത്. പ്രധാന തീരം കൂടാതെ ചേർന്ന് കിടക്കുന്ന 3 പ്രധാന ബീച്ചുകൾ ചേർന്നതാണ് കോവളം ബീച്ച്. ആദ്യം കണ്ട സമുദ്ര ബീച്ചും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഹവ ബീച്ചും ഇനി കാണാൻ പോകുന്ന ലൈറ്റ് ഹൗസ് ബീച്ചുമാണ് ഇവിടുത്തെ പ്രധാന ബീച്ചുകൾ. എന്തായാലും ഈ ബീച്ചുകളുടെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ലൈറ്റ് ഹൗസ് ബീച്ച് വരെ നടക്കാൻ തീരുമാനിച്ചു. ഈ ബീച്ചുകളുടെ മറ്റൊരു പ്രത്യേകത പ്യുവർ വൈറ്റായ മണലല്ല ഈ തീരങ്ങളിൽ ഉള്ളത് എന്നുള്ളതാണ്. ആ കാണുന്ന കുന്നുകൾ നിറയെ തീരങ്ങൾക്ക് കാവൽ നിൽക്കുന്ന തെങ്ങുകളെ കാണാം. ഈ ബീച്ചുകളിൽ യൂണിഫോം ഇട്ട ലൈഫ് ഗാർഡുകളുടെ സേവനം ലഭ്യമാണ്. അവിടെ ഇടത് സൈഡിൽ കാണുന്നത് തീരത്തോട് ചേർന്ന് പണിതിട്ടുള്ള ഒരു റിസോർട്ടാണ്. ബജറ്റ് കോട്ടേജ് മുതൽ 5 സ്റ്റാർ റിസോർട്ടുകൾ വരെ കോവളത്തിൽ ലഭ്യമാണ്. ഹവ ബീച്ച് അല്പം റഫ് ആയതുകൊണ്ട് ആരും ബീച്ചിൽ ഇറങ്ങിയതായി കാണുന്നില്ല. ഇവിടെ വരുമ്പോൾ കാണാം ഹോട്ടലുകളുടെയും റിസോർട്ടുകളുടെയും ഒരു നീണ്ട നിര. അവിടെ തിര പാറയിൽ ശക്തമായിട്ട് ഇടിച്ച് ചിതറുന്ന മനോഹരമായൊരു കാഴ്ച കാണാം. ഇവിടെ ഹോട്ടലുകൾക്ക് മുന്നിൽ കളർഫുള്ളായ വള്ളങ്ങൾ ഇട്ടിരിക്കുന്നത് കാണാം. അവിടെ കടലിലേക്ക് തള്ളി നിൽക്കുന്ന ആ കുന്നിലേക്ക് പോകാൻ തീരുമാനിച്ചു. ആ കാണുന്നതാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വിഴിഞ്ഞത്ത് നിന്ന് കണ്ട കോവളത്തെ ലൈറ്റ് ഹൗസ്. മനോഹരമായി പണിത സ്റ്റെപ്പ് കയറി കുന്നിൻ്റെ മുകളിൽ ചെന്നപ്പോൾ കണ്ടത് അവിടെ നിറയെ സഞ്ചാരികളെയാണ്. ശാന്തമായ അറേബ്യൻ സീയുടെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് നിൽക്കുകയാണ് എല്ലാവരും. പൊതുവേ ശാന്തമാണോ അറേബ്യൻ സീ? ഇവിടെ ചെറിയൊരു ലൈറ്റ് ഹൗസ് പോലെ ഒരു നിർമ്മിതി കാണാം. ഇവിടെയും കാണാം വിഴിഞ്ഞത്ത് കണ്ടതുപോലെ പാൽക്കടൽ. ഈ കുന്നിൻ്റെ മുകളിൽ കയറിയാൽ 360 ഡിഗ്രി വ്യൂ കാണാം എന്നുള്ളതാണ് ഒരു പ്രത്യേകത. കുറച്ചുകൂടി നല്ലൊരു വ്യൂ കിട്ടുന്നതിന് വേണ്ടി ഈ കാണുന്ന വഴിയിലൂടെ അടുത്ത പാറയുടെ മുകളിൽ കയറാൻ തീരുമാനിച്ചു. ഈ പാറയിൽ നിന്നുകൊണ്ട് ആ കാണുന്നതാണ് ലൈറ്റ് ഹൗസ് ബീച്ചിൻ്റെ മനോഹരമായ കാഴ്ചകൾ. തിരകൾ തീരത്തേക്ക് അടിച്ചു കയറുന്ന ആ മനോഹരമായ കാഴ്ച ഇവിടെ നിന്ന് കാണാൻ വളരെ മനോഹരമായിട്ടുണ്ട്. ലൈറ്റ് ഹൗസ് ബീച്ചിൻ്റെ തീരത്തെല്ലാം തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത് ജനങ്ങളാണ്. ലൈറ്റ് ഹൗസ് ബീച്ചിന് പൊതുവെ ആഴം കുറവായതുകൊണ്ട് ജനങ്ങൾ ഇവിടെയാണ് ബീച്ചിൽ ഇറങ്ങുന്നത്. ഇവിടെ നിന്ന് കടലിൻ്റെ അങ്ങ് ദൂരെ കാണുന്നത് വിഴിഞ്ഞത്ത് നിന്ന് നമ്മൾ കണ്ട ആങ്കറിൽ കിടക്കുന്ന കപ്പലിനെയാണ്. ആ കാണുന്നതാണ് വിഴിഞ്ഞം പോർട്ട്. ഇൻ്റർനാഷണൽ കപ്പൽ ചാനലും വിഴിഞ്ഞം പോർട്ടും ഇവിടെ അടുത്തുള്ളത് കൊണ്ടാണ് ആ ഷിപ്പ് ഇവിടെ ആങ്കറിൽ കിടക്കുന്നത്. ഇവിടെയും പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ തീരങ്ങളാണ് വിഴിഞ്ഞത്തുള്ളതുപോലെ. ഈ കുന്നിൻ്റെ മുകളിൽ നിന്ന് മനോഹരമായ കാഴ്ചകൾ കണ്ടതിന് ശേഷം ലൈറ്റ് ഹൗസ് ബീച്ചിലേക്ക് പോകാൻ തീരുമാനിച്ചു. സമയം ഇപ്പോൾ വൈകുന്നേരം 6 മണി കഴിഞ്ഞു. സൂര്യൻ പൂർണ്ണമായിട്ടും അസ്തമിക്കാത്തത് കൊണ്ടാണ് ഇപ്പോഴും ഇവിടെ വെളിച്ചമുള്ളത്. അങ്ങനെ ഒടുവിൽ നടന്ന് ലൈറ്റ് ഹൗസ് ബീച്ചിലെത്തി. മറ്റ് 2 ബീച്ചുകളിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ആളുകളാണ് ഇവിടെയുള്ളത്.
മാത്രവുമല്ല മിക്കവരും തന്നെ കടലിൽ ഇറങ്ങിയിരിക്കുന്നതും കാണാം. അതിന് പ്രധാന കാരണം മറ്റ് 2 ബീച്ചുകളെ അപേക്ഷിച്ച് ലൈറ്റ് ഹൗസ് ബീച്ചിന് ആഴം കുറവുണ്ട്. അതുകൊണ്ട് കുട്ടികൾക്കും മറ്റുള്ളവർക്കും കടലിൽ ഇറങ്ങി ആസ്വദിക്കാനും കഴിയും. മാത്രവുമല്ല സുരക്ഷിതവുമാണ്. ഇവിടെ തിരകളോട് കളിക്കുന്ന അധികവും കുട്ടികളാണ്. ഇവിടുത്തെ തീരങ്ങൾക്ക് കറുത്ത നിറമാണ് ഉള്ളത്. കരിമണലിൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ നടന്ന് ലൈറ്റ് ഹൗസ് ബീച്ചിൻ്റെ ഏറെക്കുറെ ലാസ്റ്റ് ഭാഗത്ത് എത്താറായി. അപ്പോഴാണ് ലൈഫ് ഗാർഡ് ഫ്ലാഗ് ഉയർത്തി വിസിലടിക്കുന്നത്. ഇപ്പോൾ സമയം 6:30ആയി. ഇനി ആരും കടലിൽ ഇറങ്ങാൻ പാടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നിട്ടും ചിലർക്ക് കടലിൽ നിന്ന് കയറിപ്പോരാൻ തോന്നുന്നില്ല, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. കോവളം ലൈറ്റ് ഹൗസ് ഇവിടെ നിന്നും കുറേ ദൂരത്തിലുള്ള ആ കുന്നിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ലൈറ്റ് ഹൗസിനോട് ചേർന്ന ഭാഗത്തുമുണ്ട് ഹോട്ടലും റിസോർട്ടുമെല്ലാം. ഇപ്പോൾ കടൽ വളരെ ശാന്തമായിട്ടാണ് കാണുന്നത്. കണ്ടോ, ഏതോ ജീവിയെ പോലെ കാണുന്നത് ഏതോ കുട്ടിയാണ്. കുട്ടികൾക്ക് തിരകളോട് കളിച്ച് മതിയായിട്ടില്ല. എന്തായാലും സമയം കഴിഞ്ഞു. ഞാൻ പതുക്കെ ഇവിടുന്ന് പോരാൻ തീരുമാനിച്ചു. മിക്കവരും തന്നെ കടലിൽ നിന്ന് കയറി ഇവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കരിമണലിൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ് ഇവിടുത്തെ തീരത്തെ മണലെല്ലാം കറുത്തിരിക്കുന്നത്. ഹോട്ടലും റിസോർട്ടും ഒക്കെ സ്ഥിതി ചെയ്യുന്ന സൈഡിലൂടെ പോകാൻ തീരുമാനിച്ചു. വൈകുന്നേരമായതുകൊണ്ട് മിക്ക ഷോപ്പുകളും ലൈറ്റപ്പ് ചെയ്തിരിക്കുന്നത് കാണാം. കോവളത്തെ മറ്റൊരു പ്രത്യേകത ഇവിടെ ധാരാളം ആയുർവേദ ചികിത്സാ കേന്ദ്രങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. കൂടാതെ മസാജ് സെൻറ്ററും കൂടിയുണ്ട്. അതുപോലെ തന്നെ യോഗ സെൻറ്ററുകളുമുണ്ട്. വിദേശികൾ ധാരാളമായി എത്തുന്നതിനാൽ കോണ്ടിനെൻ്റൽ, ചൈനീസ്, ഇന്ത്യൻ, തനി നാടൻ വിഭവങ്ങൾ ലഭിക്കുന്ന നിരവധി റെസ്റ്റോറൻറ്റുകൾ ബീച്ചിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ താമസ സൗകര്യത്തിന് ബജറ്റ് കോട്ടേജുകൾ മുതൽ പഞ്ചനക്ഷത്ര റിസോർട്ടുകൾ വരെ ലഭ്യമാണ് കോവളത്ത്. ഇവിടെ തീരത്ത് കുറച്ച് യാനങ്ങൾ കിടക്കുന്നത് കാണാം. ഒരുപക്ഷെ ഇത് പഞ്ചനക്ഷത്ര ഹോട്ടലുകളുടെയോ റിസോർട്ടുകളുടെ ഉടമസ്ഥയിലുള്ളത് ആണോ എന്നും അറിയില്ല. അത് അവിടെ വലിയ ഒരു യാനം കിടക്കുന്നത് കാണാം. ഒരുപക്ഷെ സഞ്ചാരികളെയും കൊണ്ട് കടലിൽ പോകുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം ഈ യാനം ഇവിടെ ഇട്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. നല്ല നീളമുള്ള വലിയൊരു യാനമാണ് ഇത്. ഏറെക്കുറെ ബീച്ച് വിജനമായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നടന്ന് അങ്ങനെ വീണ്ടും ഹവ ബീച്ചിൻ്റെ സമീപത്ത് വീണ്ടും എത്തി. ഇവിടെ ഹവ ബീച്ച് വളരെ ശാന്തമായിട്ടാണ് ഇപ്പോൾ കാണപ്പെടുന്നത്. നവംബർ മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളാണ് കോവളം ബീച്ച് സന്ദർശിക്കാൻ അനുയോജ്യമായ സമയം. ഈ സമയത്ത് നല്ല കാലാവസ്ഥയും ബീച്ച് ആസ്വദിക്കാനുള്ള മികച്ച അന്തരീക്ഷവും ലഭിക്കുന്നു. സമയം ഇത്രയും ആയെങ്കിലും കുറച്ചാളുകൾ ഇപ്പോഴും തീരങ്ങളിലുണ്ട്. ബീച്ചിൻ്റെ രാത്രികാലത്തെ മനോഹരമായ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടായിരിക്കും അവർ ഇപ്പോഴിവിടെ നിൽക്കുന്നതെന്ന് തോന്നുന്നു. വൈകുന്നേരമായപ്പോൾ തിരകൾ തീരത്തേക്ക് കൂടുതൽ കയറി വരുന്നത് പോലെ തോന്നുന്നു. ഇവിടെയുമുണ്ട് കുറേ ആളുകൾ ഇപ്പോഴും കടലിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് നിൽക്കുന്നത്. ആ കാണുന്നത് മുകളിലെ റോഡ് സൈഡിലുള്ള ഹോട്ടലുകൾ ലൈറ്റപ്പ് ചെയ്തിരിക്കുന്നതാണ്. വളരെ വിശാലമായൊരു കടൽ തീരമാണ് കോവളത്തുള്ളത്. ഇവിടെയുള്ള ബീച്ച് ഡ്രൈവ് ചെയ്യാൻ ഒട്ടും അനുയോജ്യമല്ലാത്തതാണ്. ഇതുപോലെ വൈകുന്നേരങ്ങളിൽ കടൽ തീരം ലൈറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ ക്രിക്കറ്റും ഫുട്ബോളും കളിക്കാൻ അനുയോജ്യമായ സ്ഥലമാണ് കടൽ തീരം. ഈ കാര്യങ്ങളെല്ലാം ഓർത്തുകൊണ്ട് വന്ന വഴിയിലൂടെ പോകുകയാണ്. പണ്ട് പലവട്ടം വന്നിട്ടുള്ള ബീച്ചുകളിൽ ഒന്നാണ് കോവളം. ബീച്ചിലേക്ക് പോകുന്ന ഈ വഴി വളരെ മനോഹരമായിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ വഴിയുടെ ഒരു വശത്താണ് മനോഹരമായ ഹോട്ടലും റിസോർട്ടും ആയുർവേദ ചികിത്സാ കേന്ദ്രങ്ങളും ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ വളരെ അധികം സുവനീർ ഷോപ്പുകളും ഈ വഴിയുടെ സൈഡിൽ കാണാം. ഇപ്പോൾ ഓഫ് സീസൺ തുടങ്ങിയ സമയമായതുകൊണ്ടാണ് തിരക്കൊന്നും കാണാത്തത്. അങ്ങനെ നടന്ന് മെയിൻ റോഡിലെത്തി. ഇവിടെ റോഡ് സൈഡിൽ കാണുന്ന ഹോട്ടലിൻ്റെ ലൈറ്റുകളാണ്
താഴെ നിന്നപ്പോൾ നമ്മൾ കണ്ടത്. ഇപ്പോഴും സൂര്യൻ പൂർണ്ണമായിട്ടും അസ്തമിക്കാത്തത് കൊണ്ടാണ് അന്തരീക്ഷം മനോഹരമായ നീല നിറത്തിൽ കാണുന്നത്. ആ നീല അന്തരീക്ഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഹോട്ടൽ ലൈറ്റപ്പ് ചെയ്തിരിക്കുന്നത് കാണാൻ വളരെ മനോഹരമായിട്ടുണ്ട്. കോവളത്തെ ഈ രാത്രികാലത്തെ മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് യാത്ര തുടരുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.